എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ ശ്രീകൃഷ്ണനോടൊപ്പം മാർക്കണ്ഡേയ മുനിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനോടാണ് ഓരോ കാര്യങ്ങളായിട്ട് യുധിഷ്ഠിരൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പതിവ്രത ധർമ്മവും അതിൻ്റെ മഹത്വവും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നു. അപ്പം അതിന് ഉദാഹരണമായിട്ട് മാർക്കണ്ഡേയ മുനി ഒരു കഥയാണ് പറയുന്നത്. രാജാവെ, പതിവ്രതകൾ ഭർത്തൃശുശ്രൂഷ കൊണ്ട് സ്വർഗം പോലും ജയിച്ചു കടക്കുന്നു. പാതിവൃത്യത്തിന്റെ മാഹാത്മ്യം വെളിവാക്കുന്ന ഒരു കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം കഥ പറയാൻ തുടങ്ങുന്നു. പണ്ട് കൗശികൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാൾ ദീർഘകാലം തപസ് ചെയ്ത് ധർമ്മനിഷ്ഠനായ കൗശികൻ വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഹൃദയസ്ഥമാക്കി അങ്ങനെ ഭയങ്കരമായ മിടുക്കനായിട്ട് ഒരു ദിവസം തപസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നപ്പോൾ മരത്തിന്റെ മുകളിൽ ഇരുന്ന ഒരു കൊക്ക് അദ്ദേഹത്തിന്റെ തലയിൽ കാഷ്ടിച്ചു. ക്രുദ്ധനായ മുനി മേലോട്ട് നോക്കിയപ്പോൾ ആ കൊക്കിനെ കണ്ടു. കൗശികൻ കോപം കൊണ്ട് ജ്വലിച്ച് കൊക്കിന്റെ നേരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആ ക്ഷണം കൊക്ക് ജീവനറ്റ് നിലം പതിച്ചു. അപ്പൊ കൗശികന്റെ ഉഗ്രമായ തപശക്തി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം ഭിക്ഷാടനത്തിനായിട്ട് പോയി. അപ്പൊ ഭിക്ഷാടനത്തിനായിട്ട് അദ്ദേഹം പോകുമ്പോൾ നല്ല സജ്ജനങ്ങളുടെ വസതിയിലാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മേ ഭിക്ഷ തരൂ എന്ന് ആവശ്യപ്പെട്ടു. അപ്പം ആ വീട്ടിലെ ഗ്രഹനാഥ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിൽക്കൂ, ഞാൻ ഭിക്ഷ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അവര് പാത്രം കഴിഞ്ഞ ഉടനെ അവരുടെ ഭർത്താവ് ദൂരെ എവിടെ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം ക്ഷീണിച്ചു വലഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഉടൻ തന്നെ അവര് അദ്ദേഹത്തിന് പാദങ്ങൾ കഴുകാൻ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയും കൈയും കാലും ഒക്കെ കഴുകാൻ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. ക്ഷീണിച്ചവശനായി വന്ന ഭർത്താവിന് രുചിയേറിയ ഭക്ഷണ സാധനങ്ങളെല്ലാം വിളമ്പി വെച്ച് അദ്ദേഹം അത് കഴിച്ചു. അദ്ദേഹം അത് കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഭിക്ഷുവിനോട് ഭിക്ഷ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയ കാര്യം ആ സ്ത്രീ ഓർമ്മിച്ചത്. അവര് പെട്ടെന്ന് തന്നെ ഭിക്ഷയുമായി ആ മുനിയുടെ അടുത്തിരുന്നു, അതായത് കൗശിക മുനിയുടെ അടുത്തിരുന്നു. അപ്പോ അയാൾ കോപാകുലനായി ചോദിച്ചു, നിങ്ങൾ എന്നോട് നിൽക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലയോ മുനെ, ക്ഷമിക്കണം, എൻ്റെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം ക്ഷീണിച്ചവശനായി വന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് നിന്നപ്പോ അങ്ങയുടെ കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് വീണ്ടും കൗശികൻ ചോദിച്ചു, ഒരു ബ്രാഹ്മണനെ പൂജിക്കുന്നതിൽ വലുതാണോ ഭർത്താവിനെ പൂജിക്കുന്നതെന്ന് ചോദിച്ചു. തീർച്ചയായും ഞാൻ എൻ്റെ കടമ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ദൈവതുല്യനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരെയും ഞാൻ പൂജിക്കുന്നത്. അങ്ങയെ ഞാൻ അപമാനിക്കുകയില്ല, പക്ഷെ എൻ്റെ ഭർത്താവിനെ പൂജിച്ചതിന് ശേഷമേ അങ്ങയെ പൂജിക്കാൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ഞാൻ ശപിച്ചാൽ അത് നിങ്ങൾക്ക് നാശമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങ് കൊക്കിനെ നോക്കി ശപിച്ചു, അതിനെ ചാമ്പലാക്കി, പക്ഷെ അതുപോലെ ഇവിടെ എന്നെ ശപിച്ചാൽ എനിക്കൊരു ചുക്കും വരാനില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കൗശികൻ അത്ഭുത പരതന്ത്രനായി. എങ്ങനെയാണ് അവർ ഈ വനത്തിൽ ഉണ്ടായിരുന്ന കൊക്കിന്റെ വിവരം അറിഞ്ഞത് എന്ന് അദ്ദേഹം അതിശയിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ആദരിക്കാതെ
ഈ രീതിയിൽ സംസാരിച്ചത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല, ഞാൻ പതിവ്രതാ ധർമ്മവും പതിവ്രതാ നിഷ്ഠയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കൊക്കിന്റെ കാര്യം അറിയാൻ കഴിഞ്ഞത്. ഞാൻ ബ്രാഹ്മണരെ അപമാനിക്കാറില്ല. ഞാൻ ചെയ്ത തെറ്റ് അങ്ങയോട് ഞാൻ ക്ഷമ യോജിക്കുകയും ചെയ്തു. എന്നിട്ടും അങ്ങ് എന്നോട് കോപാകുലനായി സംസാരിക്കുകയാണ് ചെയ്തത്. ബ്രാഹ്മണ തേജസ്സിന്റെ മഹത്വം എനിക്കറിയാം. ഭർത്തൃ ശുശ്രൂഷ കൊണ്ട് പാലിക്കാൻ കഴിയുന്ന ധർമ്മമാണ് എനിക്ക് വലുത്. അതിന്റെ ഫലമായിട്ടാണ് വനത്തിൽ വെച്ച് അങ്ങ് കോപാഗ്നിയിൽ ആ കൊക്കിനെ ദഹിപ്പിച്ച കാര്യം എനിക്ക് അറിയാൻ പറ്റിയത്. ഈ കോപമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ആ കാമക്രോധ മോഹങ്ങളെ ജയിക്കുകയും സത്യനിഷ്ഠ പാലിക്കുകയും ഗുരു ശുശ്രൂഷ നടത്തുകയും ശത്രുവിനോട് പോലും ക്ഷമിക്കുകയും ഇന്ദ്രിയങ്ങളെ അടക്കി കാമനകളെ ജയിക്കുകയും ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാധ്യായം, ദമം, ആർജവം, സത്യഭാഷണം ഇവയാണ് ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ. ധർമ്മത്തിന്റെ തത്വം ദുർഗ്രാഹ്യമാണ്, എങ്കിലും സത്യത്തിലാണ് ധർമ്മത്തിന്റെ സ്ഥിതി. വേദവാക്യങ്ങളാണ് ധർമ്മപ്രമാണം എന്ന് പറയാറുണ്ടെങ്കിലും വേദാധ്യയനം കൊണ്ട് മാത്രം ശരിയായ ധർമ്മബോധം ഉണ്ടാകണമെന്നില്ല. അങ്ങേക്ക് ധർമ്മതത്വം ശരിയായി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. പരമമായ ധർമ്മം എന്തെന്ന് അറിയാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മിഥിലാപുരിയിലെ ധർമ്മവാധ്യായനോട് ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ കൗശികൻ പറഞ്ഞു, ദേവി, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമായി. എന്റെ ക്രോധം അകന്നു. ഞാൻ മിഥിലയിൽ പോയി ധർമ്മവ്യാധനെ കാണുന്നതാണ്. കൗശികൻ എന്നിട്ട് മിഥിലയിൽ പോയി. അവിടെ എത്തി. ജനകരാജാവിന്റെ മിഥിലാപുരി സുന്ദരമായ ഒരു നഗരമായിരുന്നു. ധർമാധിഷ്ഠരായ ജനങ്ങൾ പല സ്ഥലത്തും വിധിപ്രകാരമുള്ള യജ്ഞങ്ങൾ നടത്തുന്നു. നഗരത്തിലെത്തിയ കൗശികൻ ധർമ്മവാധ്യായന്റെ താവളം അന്വേഷിച്ചു കണ്ടെത്തി. ഒരു കശാപ്പുശാലയിൽ ഇരുന്ന് ഇറച്ചി വെട്ടി വിൽക്കുന്ന ധർമ്മവ്യാധനെ കണ്ടുമുട്ടി. വ്യാധനെ കണ്ട് കൗശികൻ അവജ്ഞയോടുകൂടി ദൂരെ മാറി നിന്നു. എന്നാൽ ഈ വ്യാധൻ ബ്രാഹ്മണൻ തന്നെ കാണാൻ വന്നതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവൻ നമസ്കാരം. അങ്ങ് കാണാൻ ആഗ്രഹിച്ച വ്യാധൻ ഞാൻ തന്നെയാണ്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനാണെന്ന് ആജ്ഞാപിച്ചാലും. അങ്ങ് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയാം. ആ പതിവ്രതയാണല്ലോ അങ്ങേ എന്റെ അടുത്തേക്ക് മിഥിലയിലേക്ക് അയച്ചത്. ഇത് കേട്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. വ്യാധൻ പറഞ്ഞു, ഈ സ്ഥലം അങ്ങേക്ക് യോജിച്ചതല്ല. വിരോധമില്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. ബ്രാഹ്മണൻ മുമ്പേയും വ്യാധൻ പുറകെയുമായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയ ബ്രാഹ്മണന്റെ പാദങ്ങൾ വ്യാധൻ കഴുകി അദ്ദേഹത്തെ ആസനസ്ഥനാക്കി. ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ വ്യാധ, നിങ്ങൾ മാംസ വ്യാപാരം നടത്തുന്നതല്ല, നല്ലതല്ല, നിങ്ങൾക്ക് യോജിച്ചതല്ല. നിങ്ങളുടെ ഈ ക്രൂര പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു. ഇപ്പൊ വ്യാധൻ പറഞ്ഞു, ബ്രാഹ്മണ, ഈ തൊഴിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതല്ല. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതലേ ഉള്ള കുലത്തൊഴിലാണിത്. ധർമ്മവിരോധിയായ ഒരു കാര്യവും ഞാൻ സ്വയം ചെയ്യാറില്ല. ശ്രദ്ധയോടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ആരെയും നിന്ദിക്കാറില്ല. യഥാശക്തി ദാനം ചെയ്യുന്നു. ദേവന്മാർ, അതിഥികൾ, ആശ്രിതർ എന്നിവരെ എല്ലാം ഊട്ടിയതിന് ശേഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉപജീവന മാർഗം നടത്തുന്നത്. ജനക മഹാരാജാവിന്റെ ഈ രാജ്യത്തിൽ ധർമ്മ വിജയം മാത്രം പ്രവർത്തിക്കാത്തവരായിട്ട് ആരും, അതായത് ധർമ്മവിരുദ്ധമായിട്ട് ആരും പ്രവർത്തിക്കാറില്ല. അധാർമികമായ പ്രവൃത്തി സ്വന്തം പുത്രൻ ചെയ്താൽ പോലും ജനക മഹാരാജാവ് കഠിനമായ ശിക്ഷ നൽകും. ഞാൻ നേരിട്ട് ഒരു ജീവിയെ ഹിംസിക്കാറില്ല. മറ്റു വല്ലവരും കൊന്ന പന്നിയുടെയോ പോത്തിന്റെയോ ഒക്കെ മാംസം ഞാൻ വെട്ടി വിൽക്കുന്നു. ഋതുകാലം കഴിഞ്ഞ് ഞാൻ സ്ത്രീയുമായി ബന്ധപ്പെടാറുള്ളൂ.
പകൽ ഉപവസിച്ചിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നു. ചിലർ എന്നെ പുകഴ്ത്തുന്നു, ചിലർ എന്നെ പഴിക്കുന്നു. എന്നാൽ ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. എതിർപ്പുകൾ സഹിക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, സകല ജീവികളെയും യഥായോഗ്യം ആദരിക്കുക. ഈ ഗുണങ്ങൾ ത്യാഗബുദ്ധിയില്ലാത്ത മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. നിരർത്ഥകമായ തർക്കങ്ങൾ വെടിയണം. ആവശ്യപ്പെടാത്ത അവർക്ക് നന്മകൾ, ആളുകൾക്ക് നമ്മൾ നന്മകൾ ചെയ്യണം. ആരും ആവശ്യപ്പെടേണ്ട, അല്ലാതെ തന്നെ നമ്മൾ നന്മകൾ ചെയ്യണം. കാമക്രോധ ദ്വേഷം ഇവ നിമിത്തം ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും വ്യാസൻ കൗശികനോട് പറഞ്ഞു. കൗശികന് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തു. അങ്ങ് സ്വധ്യായത്തിനു വേണ്ടി, അതായത് സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി, അല്ലെങ്കിൽ സ്വന്തമായി പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാതാപിതാക്കളുടെ അനുമതി തേടാതെ വീട് വിട്ട് ഇറങ്ങിയ പോന്നതാണ്. അതായത് കൗശികൻ സ്വന്തം ഇഷ്ടത്തിന് മാതാപിതാക്കളുടെ അനുമതി തേടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ധ്യാനവും യജ്ഞവും ഒക്കെ നടത്തി വലിയ മഹർഷീശ്വരനായ ആളാണ്. ആ മാതാപിതാക്കളെ തിരസ്കരിച്ചത് അനുചിതമായി പോയി, ഉചിതമല്ലാത്ത പ്രവൃത്തിയായിപ്പോയി. വൃദ്ധരായ മാതാപിതാക്കൾ പുത്രശോകത്താൽ അന്ധരായിരിക്കുന്നു. പോകൂ, അവരെ സന്തോഷിപ്പിക്കൂ, അതുകൊണ്ട് അങ്ങയുടെ ധർമ്മം നശിക്കുകയില്ല. പക്ഷെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തിടത്തോളം തപസ്സും ധർമ്മനിഷ്ഠയുമൊക്കെ നിഷ്ഫലമാണ്. എന്നെ വിശ്വസിക്കൂ, വേഗം പോയി അവരെ ശുശ്രൂഷിക്കൂ, അതിനേക്കാൾ മുന്തിയ ധർമ്മം ഇല്ല. അപ്പോൾ കൗശികൻ പറഞ്ഞു, ഇവിടെ വന്ന് നിങ്ങളുടെ സത്സംഗമം നേടാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം. നിങ്ങളെപ്പോലെ ധർമ്മോപദേശം നൽകാൻ സാമർഥ്യമുള്ളവർ ദുർലഭമാണ്. നിങ്ങളെ ഞാൻ ബ്രാഹ്മണനായി തന്നെ കരുതുന്നു. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൗശികൻ അവിടെ നിന്ന് മടങ്ങി. പാണ്ഡവർ ബ്രാഹ്മണരുമൊത്ത് ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ അല്പം അകലെയായി സത്യഭാമയും ദ്രൗപദിയും നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കുരുവംശത്തെയും യദുവംശത്തെയും കുറിച്ചുള്ള പല കാര്യങ്ങളും അവർ ചർച്ച വിഷയമാക്കി. കൂട്ടത്തിൽ ഭർത്താക്കന്മാരെ വശവർത്തികളാക്കുന്ന വിഷയത്തെപ്പറ്റി സത്യഭാമ ദ്രൗപദിയുടെ അഭിപ്രായം ആരാഞ്ഞു. ഗൂഢതന്ത്രങ്ങളും മന്ത്രതന്ത്രങ്ങളും ഔഷധ പ്രയോഗവും ഒന്നുമല്ല അതിന് വേണ്ടതെന്നും ത്യാഗനിർഭരവും പരിചരണവും ആത്മാർത്ഥമായ സ്നേഹവുമാണ് ദാമ്പത്യത്തിന്റെ വിജയമെന്നും അവര് രണ്ടുപേരും പരസ്പരം സംസാരിച്ച് തീരുമാനിക്കുന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ സമയമായി. തേരിൽ കയറിയ ശ്രീകൃഷ്ണൻ സത്യഭാമയെ വിളിക്കുന്നു. സത്യഭാമ ദ്രൗപദിയെ മാറോടണച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം പോകുന്നു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.